നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പ് വിവാദം വന്നപ്പോൾ ഏറെ തകർന്നുപോയ പാർട്ടിയാണ് JDS. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തകർച്ച നേരിട്ട് അതിൽ നിന്നും ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാമെന്ന് കരുതിയപ്പോൾ അടുത്ത പണിയും കിട്ടി. എന്നാൽ ഇപ്പോൾ ക്യാബിനറ്റിൽ കുമാരസ്വാമിക്ക് മികച്ച ഒരു വകുപ്പ് നരേന്ദ്രമോദി കൊടുത്തപ്പോൾ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ കുമാരസ്വാമിയിലേക്ക് എന്ന രീതിയിലാണ്. പ്രജ്വൽ രേവണ്ണയുടെ വിഷയമൊന്നും JDSനെ ബാധിക്കില്ല. ശക്തമായി BJPയോടൊപ്പം നിന്നാൽ JDSന് വരും കാലങ്ങളിൽ വമ്പൻ നേട്ടം കർണാടകയുടെ മണ്ണിൽ കുറിച്ചു കളയാം എന്നൊക്കെയാണ് JDS അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കുമാരസ്വാമിയും കൂട്ടരും പെടാപ്പാടുപെടുന്നത്. എന്നാൽ JDSലെ അണികളിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കുമാരസ്വാമിയുടെ മന്ത്രിസ്ഥാനം വളരെ വൈകാതെ തന്നെ തെറിക്കും എന്നുള്ളത് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം അന്വേഷണം JDSലേക്ക് മുഴുവനായി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. സെക്സ് ടേപ്പ് വിവാദത്തെ കോൺഗ്രസ് രാഷ്ട്രീയായുധമാക്കി കർണാടക നിയമസഭയിൽ ശക്തമായി തന്നെ അവതരിപ്പിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ലോക്സഭയിലേക്കും അത് ഉന്നയിക്കാൻ തന്നെയാണ് ശ്രമം. കുമാരസ്വാമിക്ക് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് DK ശിവകുമാർ പറഞ്ഞിരിക്കുന്നത്. കർണാടകയുടെ മാത്രം വിഷയമല്ല, ഇത് രാജ്യത്തെ സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമാണ്. JDS എന്നത് കുടുംബ പാർട്ടിയാണ്. പ്രജ്വൽ രേവണ്ണയുടെയും വിഷയം അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദേവഗൗഡയ്ക്കും കുമാരസ്വാമിക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ മറുപടി പറഞ്ഞ് പറ്റുകയുള്ളൂ. നിലവിൽ ജയിച്ചു വന്ന 2 MPമാരുടെ പിൻബലത്തിലാണ് കുമാരസ്വാമിക്ക് കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അധിക നാൾ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കുമാരസ്വാമിക്ക് മന്ത്രിയായി തുടരാൻ കഴിയില്ല എന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറും ഇത്ര ദൃഢമായി എന്തുകൊണ്ട് പറയുന്നു എന്നതിലാണ് കോൺഗ്രസിൻ്റെ അടുത്ത സമരായുധം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി JDS എന്ന പാർട്ടിയുടെ വിലപേശൽ നയങ്ങൾ എല്ലാം അപ്രസക്തമായിരുന്നു. നമുക്കറിയാം, 2018 നിയമസഭാ തെരഞ്ഞെടുപ്പും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പും. 2018 കോൺഗ്രസ്സിന് അവിടെ കൃത്യമായും വോട്ട് ഷെയർ BJPയെക്കാളും കൂടുതലായിരുന്നിട്ട് പോലും അവർക്ക് സീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് 79 സീറ്റുകൾ കിട്ടിയപ്പോൾ 37 സീറ്റുകളുള്ള കുമാരസ്വാമിയുടെ JDSന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് JDSന് മുഖ്യമന്ത്രി പദവി വെച്ച് നീട്ടിയത്. വർഗീയ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിന് ആ ഒരു ഉപായം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അവസരവാദികളായ JDS അത് മുതലാക്കാനും പരമാവധി ശ്രമിച്ചു. എന്നാൽ ഇനിയൊരു സന്ധി വേണ്ട എന്ന് DK ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2022 മുതൽ ശക്തമായി ബസവരാജ ബൊമ്മയ്ക്കെതിരെ ഒരു പോരാട്ടം തന്നെ നടത്തിയത്. ആ തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ ഫലം കണ്ടത് JDSൻ്റെ വോട്ട് ബാങ്കിൽ വന്ന വിള്ളൽ തന്നെയാണ്. കോൺഗ്രസ് അങ്ങനെ ബഹുഭൂരിപക്ഷ സീറ്റുകളിലും മികച്ച പ്രകടനം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ നടത്തി. അതുമാത്രമല്ല, 224 കേവല ഭൂരിപക്ഷവും കടന്ന് 136 എന്ന മാജിക് ഫിഗറിലേക്ക് അവർ എത്തുകയും ചെയ്തു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ വളരെ വൈകാതെ തന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയും DKക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കും കർണാടകയിൽ വരിക. കളി മൊത്തത്തിൽ മാറുകയാണ് എന്നുള്ളത് കുമാരസ്വാമിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എത്ര നാൾ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഉണ്ടാകും എന്നുള്ള കാര്യവും സംശയത്തിൻ്റെ നിഴലിലാണ്. പ്രജ്വൽ രേവണ്ണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അത്ര ചെറിയ കാര്യമല്ല. അത് നീറി ഉമ്മത്തി പോലെ JDSലേക്ക് കത്തിപ്പടരും എന്നത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. നിങ്ങൾ കാത്തിരുന്നു കണ്ടോളൂ എന്നുള്ള ഒരു താക്കീത് കൂടി കുമാരസ്വാമിക്ക് DK ശിവകുമാർ നൽകി കഴിഞ്ഞിരിക്കുന്നു.